ഒരു ദിവസം ഇതുപോലെ ഞാൻ സന്ധ്യക്ക് വരുന്ന സമയത്ത് അവിടെ ഒരുപാട് ആൾ കൂടി. എന്തെന്നാ പറയാ, ഞാൻ ചാരം മരിച്ചു പോയതോ എന്തെന്നാന്ന് അറിയില്ലല്ലോ. അപ്പം എന്താന്ന് വെച്ച് നോക്കാന്ന് വെച്ച് ഞാൻ അങ്ങോട്ട് പോയതാ. ഒരു പെണ്ണുങ്ങൾ ഒരുമാതിരി കളി കളിക്കുന്നു, മുടിയെല്ലാം അഴിച്ചിട്ട് അവർക്ക് കുറച്ച് നല്ലോണം മുടിയുമുണ്ട്. അതിങ്ങനെ ഒരുമാതിരി എന്തായാലും ഉദാഹരണം പറയാ, ഇത് പൊതുവെ ആൾക്കാർ പറയുന്നില്ലേ യക്ഷി പനംകൊല പോലത്തെ മുടി അങ്ങനെ അഴിച്ചിട്ടിട്ട് കളിക്കുന്ന പോലെ പറയുന്നില്ലേ, അതുപോലത്തെ കളിയാണ്. ഇത് കഴിയുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും തീർക്കൊണ്ട് ചെരിഞ്ഞിട്ട് എല്ലാവരും വളഞ്ഞുകൂടി നോക്കുമ്പോൾ ഓരോരാൾ ഒരു പ്രത്യേക ആക്ഷനിൽ ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നു. ഇത് നമുക്കിത് ആദ്യത്തെ അനുഭവമല്ലേ, എൻ്റെ എന്താ പറയാ. അപ്പോൾ അത് മാത്രമൊന്നുമല്ല, ഇത് കഴിഞ്ഞ് കുറച്ച് ഒരു അര നോർമലാവാനായിട്ട് പെണ്ണുങ്ങൾ വെള്ളത്തിന് പറഞ്ഞു കുടിക്കാൻ വെള്ളം വേണം. അന്നേരം എല്ലാവരും ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ കിണ്ണാണ്. കിണ്ണം കണ്ടിട്ടില്ല? ഈ കിണ്ണത്ത് ഒരു വലിയ കിണ്ണത്തിൽ നിറയെ വെള്ളം കൊണ്ട് കൊടുത്ത്, പച്ചവെള്ളം കഞ്ഞിൻ്റെ വെള്ളം അറിയില്ലേ, കിണ്ണം നിറയെ വെള്ളമുണ്ട്. ഈ വെള്ളം കിട്ടേണ്ട താമസം ഇതിലേക്കൂടെ കുടിച്ച് തീർത്തിരുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതും ഒരു സാധാരണ ഒരാൾക്ക് ഒരു കിണ്ണം വെള്ളം കുടിക്കാൻ പറ്റും. അത് മുഴുവൻ കുടിച്ചു. എന്താ പറയാ, ഒരു സാധാരണ ഇതിലാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒരു ഇരിപ്പിന് കുടിക്കാത്ത ഒരാളാണ്. ഒരു കിണ്ണം വെള്ളം മുഴുവനും അവിടെ ഇരുന്നിട്ട് ആ ഇതിൽ കുടിച്ചു തീർത്തു. ഇതെല്ലാം വെറും പിന്നെ എന്താ പറയാ തോന്നലാന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ റിയൽ ആയിട്ട് കണ്ടതാണ്. നിങ്ങൾ കണ്ടു? ആ ശരിക്കും കണ്ടു. ശരിക്കും കണ്ടു എന്ന് പറഞ്ഞാൽ കണ്ടു പേടിച്ചു പോയി പറയുമ്പോൾ, കാരണം ആദ്യമായിട്ട് കാണുന്നില്ലേ. അപ്പോ അന്നേരമാണ് നമ്മുടെ ചെറുപ്പല്ലേ, ചെറുപ്പം എന്ന് പറഞ്ഞാല് ഒന്നിനും വകവെക്കാണ്ട് നടക്കുന്ന ഒന്നിലും വിശ്വസിക്കാണ്ട് എന്ത് വേറെ ഭൂതം എന്ത് ദൈവം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആകെ സ്റ്റക്കായി. അപ്പോൾ അവിടെ കൂടി നമ്മുടെ താച്ചിയുണ്ട് പുറത്തെ വീട്ടിലെ, താച്ചിയോട് ചോദിച്ചു ഇതെന്താണ് എന്ന സംഭവം എന്നാണ്. അന്നേരമാണ് പറയുന്നു, ഇത് നിങ്ങൾക്കൊന്നും ഓർമ്മയുണ്ടാവില്ല, എൻ്റെ അമ്മ എന്നെ കുറെ ശരിക്കും കണ്ടിട്ടുണ്ടോന്ന് പറയുന്നില്ല, അമ്മമ്മക്കറി അമ്മക്കറി. അതായത് ഇവിടെ ഒരു പെണ്ണുങ്ങളുണ്ട്. ആ പെണ്ണുങ്ങളെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ദ്രോഹിക്കുന്ന ഒരാളാണ്. പെണ്ണുങ്ങൾ കുടിച്ചിട്ട് വന്നിട്ട് ദ്രോഹിക്കും. പെണ്ണുങ്ങൾ പൊതുവേ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരോടും നല്ല ലോഹ്യവും ഇതെല്ലാം കാണിക്കുന്ന പെണ്ണുങ്ങളാണ്. പക്ഷെ കാഴ്ചക്ക് ലേശം ഒരു പേടി തോന്നിക്കുന്ന പ്രകൃതമാണ് പെണ്ണുങ്ങളെ കാണുമ്പോൾ. അങ്ങനെ ഒരു രൂപ. പെണ്ണുങ്ങൾ പ്രഗ്നൻ്റായി ഇങ്ങനെ പെണ്ണുങ്ങളെ കൊന്നതാന്ന് പറയുന്നുണ്ട്, പെണ്ണുങ്ങൾ തന്നെ ആത്മഹത്യ എന്ന് പറയുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഈ പോസ്റ്റ്മോർട്ടത്തിന് പോക്കും വേറെ കാര്യമൊന്നുമില്ല. വീട്ടുകാരിങ്ങനെ അവർ മരിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചത് തന്നെ, പിന്നെ വേറെ ചിന്തിക്കാറൊന്നുമില്ലല്ലോ. അങ്ങനെ മരിച്ചു. ഈ മരിച്ച പെണ്ണുങ്ങൾ ഈ ഋതുമതിയാകുന്ന പെൺകുട്ടികൾ അല്ലെ, പ്രഗ്നൻ്റായ 3-4 മാസം ആയിട്ടുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെയുള്ളവരുടെ ശരീരത്തിലേക്കാണ് കയറിക്കൊള്ളുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ ഈ പ്രഗ്നൻ്റ് ആയിട്ട് ഒന്നുമില്ലാത്ത രീതിയിൽ നിൽക്കുന്ന പെണ്ണുങ്ങളും ഋതുമതിയായ പെണ്ണുങ്ങളൊന്നും അവരെ വീടിൻ്റെ തൊട്ടിപ്പുറത്തൊരു പാലയുണ്ട്. ആ പാലേൻ്റെ അതിലേക്ക് കൂടെ നടക്കാൻ പാടില്ല, പോകാൻ പാടില്ല, നട്ടുച്ചക്ക് പോകാൻ പാടില്ല, സന്ധ്യക്ക് പോകാൻ പാടില്ല. അന്നേരം നമ്മളെല്ലാം കണക്കാക്കിയത് ഒരു അന്ധവിശ്വാസമാണെന്നും. പക്ഷെ ഇവർ അതിനടുത്തൊരു കോട്ടുണ്ട്, കോട്ടത്ത് പോയിട്ട് തിരിച്ചു വരുന്നത് അതെന്ന് പറഞ്ഞാൽ സന്ധ്യക്ക് വടക്ക് വെച്ച സമയമാണ്. പാലേൻ്റെ ചുവട്ടിലേക്കൂടെ അവർ വീട്ടിലേക്ക് പോയി. അന്നേരം കയറി കൂടിയത്. അപ്പോൾ അതിന് മുമ്പേ തന്നെ അവിടെ പല ആൾക്കാരും ഇവരെ വീട്ടിൻ്റെ മുമ്പിലുള്ള തെങ്ങിൻ്റെ ഒരു പറ്റിയുണ്ട്. അതായത് അവിടെയെല്ലാം വെള്ളം മഴ പെയ്താൽ വെള്ളം ഒഴുകുന്ന സ്ഥലമാണ്. അപ്പോൾ വെള്ളം ഒഴുകി ഈ തെങ്ങിൻ്റെ വേര് ഇതെല്ലാം ഇതായിട്ട് ഇങ്ങനെ തെറിച്ചിരിക്കുന്ന ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷനുള്ളൊരു സ്ഥലമാണ്. ഫാമിലി സുഖമായിട്ട് സ്റ്റൂളിൽ ഇരിക്കുന്ന പോലെ.
അപ്പം മുന്നേ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ അതിന് വീട്ടിലൊന്നും അങ്ങനെ വെഞ്ചും ഡെസ്കും കസേരയൊന്നും അങ്ങനെ ഒന്നുമില്ല, ചെറിയ വീടല്ലേ. പെണ്ണുങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പം ഈ തെങ്ങിൻ്റെ ഈ പൊറ്റേനെ മേലെ ഇരുന്നിട്ട് വീടിൻ്റെ ഭാഗത്ത് തന്നെയല്ലേ എൻ്റെ മുടി ഇങ്ങനെ ചെയ്ത് വൃത്തിയാക്കലും അവിടെ കുടി ഇരുന്നിട്ട് വിശ്വം പറയൽ അങ്ങനെയുള്ള സ്വഭാവം അവിടെ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ആക്ഷൻ ഈ പെണ്ണുങ്ങളെ പറ്റി ഒറ്റക്ക വർദ്ധനം പറയാ അല്ല ആരെങ്കിലും ഉണ്ടാവുക അതെ അവര് ആരെങ്കിലായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ പറയും. ഈ പെണ്ണുങ്ങളെ പറ്റിയിട്ട് ഒരു വിവരവും ഇല്ലാത്ത ഒരറിവും ഇല്ലാത്ത ഇവിടെ നല്ല കല്യാണം കഴിച്ചു കൊടുക്കുന്ന പെണ്ണുങ്ങന്മാര് ഈ പെണ്ണുങ്ങളാടെ ഈ പെണ്ണുങ്ങൾ തന്നെ ഒരു പെണ്ണുങ്ങളാടെ ഇരുന്നിട്ട് മുടിയിക്കുന്നതിനും കണ്ടിട്ടുണ്ട്. സന്ധ്യക്ക് നട്ടുച്ചക്കെല്ലാം കണ്ടിട്ട് ആൾ പേടിച്ചിട്ട് പനിയെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പെണ്ണുങ്ങൾ പറയുന്ന അതേ ഡയലോഗാണ് ഈ ശരീരത്തിൽ ഇത് കൂടിയിട്ടാണ് ഈ ആൾക്കാർ പറയും. അതെങ്ങനെയാണ് തമ്മിൽ കണ്ടിട്ട് പരിചയമോ അല്ലെങ്കിൽ അവര് സംസാരിക്കുന്ന കേട്ടിട്ടുള്ള ശീലമോ ഒന്നുമില്ല. ആ പെണ്ണുങ്ങൾ ഏത് രീതിയിലാണോ സംസാരിക്കുന്നത് ആ രീതിയിൽ. അതുപോലെ ഈ പെണ്ണുങ്ങൾ വിശേഷങ്ങൾ ചോദിക്കും. നിന്റെ ശരീരത്തിലെ കൂടിയെങ്കിൽ നീ വിശേഷങ്ങൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളെ അടുത്ത ബന്ധുക്കളെ പറ്റി സുഹൃത്തിനെ പറ്റിയിട്ടില്ലാന്ന് ഇവർ ചോദിക്കുന്നു. അപ്പൊ ഇവരെങ്ങനെ ചോദിക്കുന്നത്? ഇവർക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതിൽ അന്നേരം പറയും അത് മറ്റേ ഇപ്പോഴത്തെ ഇതിൽ പറഞ്ഞാൽ സൈക്കോന്റെ വേറൊരു മറ്റേതാന്നുള്ളത് പറയാം. പക്ഷെ അത് ശരിക്കും ആലോചിച്ച് നോക്കട്ടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ പലതും നമുക്ക് തിരിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്.